അറിയാലോ, CPM-ൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾക്ക് CPM-ന്റെ അണികളെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടേയില്ല. ഇപ്പൊ 1986 MV രാഘവൻ CPM-നെ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തുപോയി. CPM-ൽ MV രാഘവൻ ആരായിരുന്നു? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. CI2-ന്റെ ചുമതല, SFI-യുടെ ചുമതല, DYFI-യുടെ ചുമതല. CPM എന്ന് പറയുന്ന പാർട്ടി മെഷീനറിയെ ഉള്ളം കയ്യിൽ വെച്ചിരുന്ന നേതാവാണ് MV രാഘവൻ. 1986 MV രാഘവൻ പോയിട്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായത്? പാർട്ടി അണികൾ കൂടെ പോയില്ല. ശരിയാണ്, JSS രൂപപ്പെട്ടപ്പോൾ JSS ഒരു വലിയ വിജയമുണ്ടായി. 4 സീറ്റുകൾ 1994 JSS രൂപപ്പെടുന്നത്. 2001 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ വിജയിച്ചു വന്നു. അത് മാത്രമാണ്. പക്ഷെ അതൊരു ഷോർട്ട് പീരീഡ് മാത്രമാണ്. അതിനുശേഷം പിന്നെ JSS എവിടെ? അപ്പൊ CPM-ൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് CPM-ന്റെ അണികളെ അടർത്തി കൊണ്ടുപോകാമെന്നൊരു വ്യാമോഹം. അപ്പൊ പിന്നെ PV അൻവർ അങ്ങനെ ആലോചിക്കുന്നേ ഉണ്ടാവും ഞാനും വിചാരിക്കുന്നത്. കാരണം കുറച്ചുപേരെയൊക്കെ കിട്ടിയാൽ അതൊരു ഭാഗ്യമായിട്ട് PV അൻവർ കണക്കൂട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ CPM ഒരു നിലപാടെടുത്ത് അത് താഴത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അണികൾ അവിടുന്ന് ചലിക്കും.